കേന്ദ്ര മന്ത്രിമാർ കേരളത്തിൽ നിന്നുള്ളവരാണ്. അവർ രണ്ടുപേരും കേരള വിരുദ്ധ പ്രസ്താവന നടത്തി. ഒന്ന്, ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് സുരേഷ് ഗോപി നടത്തിയ പരാമർശം. അതിൽ KMന്റെ അഭിപ്രായം എന്താണ്? അതായത് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ഗൗരവത്തിൽ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതായത് ഇപ്പോഴും ഈ ചാതുർവർണ്ണയത്തിൻ്റെ ചില സ്വഭാവങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന. ഇതിനെ ഏതാനും വർഷം മുമ്പ് അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രസ്താവനയായിട്ട് ചേർത്ത് വായിക്കണം. തനിക്ക് ബ്രാഹ്മണനായി ജനിക്കാൻ ആഗ്രഹം, എന്നാൽ വിഗ്രഹം തൊടാലോ. അതിൻ്റെ തുടർച്ചയാണ് പിന്നോക്ക സമുദായത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഉന്നത കുലജാതൻ, അത് ഫോർവേഡ് കമ്മ്യൂണിറ്റി എന്നല്ല പറയുന്നത്, ഫോർവേഡ് കമ്മ്യൂണിറ്റി ആയാലും കാര്യമില്ല, ഉന്നത കുലജാതനായിരിക്കും. എന്താണ് ഈ ഉന്നത കുലജാതൻ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എല്ലാവരും അന്തസ്സും അഭിമാനത്തോടും കൂടി തന്നെയാണ് എല്ലാ സമുദായക്കാരും ജീവിക്കുന്നത്. അവിടെയാണ് ഇമാതിരി പ്രസ്താവന. രണ്ടാമത്തത് ജോർജ് കുര്യൻ്റെ. അദ്ദേഹം വന്ന് ഭിക്ഷാപാത്രമായിട്ട് മോഡിയുടെ മുമ്പിൽ ചെന്നാൽ വല്ലതും ചില്ലറയിലിട്ട് തരാമെന്നാണ് പറയുന്നത്. ഇത് രണ്ടും കേരളത്തിനെ അവമാനിക്കലാണ്. നരേന്ദ്രമോദിയുടെ ബഡ്ജറ്റിൽ കേരളം എന്നുള്ള സ്റ്റേറ്റ് ഇല്ല. ഈ രണ്ട് മന്ത്രിമാരാണെങ്കിൽ കേരളീയരെ അവമാനിക്കാവുന്ന അത്രയും അവമാനിക്കുകയാണ്. ഈ രണ്ട് പേരും കേരളത്തിൻ്റെ ശാപമായിട്ട് മാറിയിരിക്കുക. ഇത്രയും കേരള വിരുദ്ധമായ പ്രസ്താവന നടത്തിയിട്ടും പാർലമെന്റിൽ UDF പ്രതിപക്ഷമാണ്, നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ എംപിമാർ ശബ്ദം വരുത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ LDF വലിതരത്തിൽ എംപിമാർ നോട്ടീസ് നൽകി പാർലമെന്റ് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചാൽ ഒപ്പം ചേരാൻ UDFന്റെ എംപിമാർ തയ്യാറായിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാനുള്ള സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് സമരം നടത്തിയിരുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. ഇത്തരം കാര്യങ്ങൾ ശക്തമായ പ്രതിഷേധം UDFന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതല്ലേ? അല്ല, UDFന്റെ കാര്യങ്ങൾ ശക്തമായി തന്നെ KPC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. അത് പാർട്ടിയുടെ ദേശീയ നയമാണല്ലോ. ഈ രണ്ട് മന്ത്രിമാരും കേരളത്തിനെ അവമാനിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ കേരളം ഒറ്റക്കെട്ട് തന്നെയാണ്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. രണ്ട് പേരെ കൊണ്ടും കേരളത്തിന് ഒരു ഉപകാരവുമില്ല. ഞാൻ പറഞ്ഞത് ഈ ബഡ്ജറ്റിൽ ഒരു ലോക്സഭാ അംഗത്തിനെ ജയിപ്പിച്ച് വിട്ടിട്ട് പോലും ഒരു ഉപകാരവും ഇല്ല എന്ന് മാത്രമല്ല, ഉപദ്രവമായി തീർന്നിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് തൃശ്ശൂർ പറഞ്ഞ മെട്രോ വരുന്നതാണ്. ഇത് മെട്രോ ഇല്ല, അതുപോലെ തന്നെ മറ്റേ ട്രെയിനും കൂടുതലില്ല. ഇപ്പോൾ ഇന്നലെ റെയിൽവേ ബഡ്ജറ്റിൻ്റെ നോക്കിയപ്പോൾ ട്രെയിനും ഇല്ല. സ്റ്റേഷൻ വികസനം, ഇപ്പോൾ നിയമത്തിൻ്റെ വികസനം ഒന്നും കാണാനില്ല ആ ഇതിൽ. അത് വികസിപ്പിച്ചാലേ കൂടുതൽ ഹോൾ സ്റ്റേഷൻ വന്നാലല്ലേ ഇവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒന്നുമില്ല. എന്തിനധികം പറഞ്ഞ ലൈൻ ഇരട്ടിപ്പിക്കുന്ന പറയുന്നത് എന്താ? പാലപ്പി എറണാകുളം സെക്ടറിൽ അവിടെ ലൈൻ ഇരട്ടിപ്പിച്ചാൽ ലാഭം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ലാഭം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മറ്റേ അപ്പോൾ ബാക്കിയുള്ള ലൈനിൽ ഡബിൾ ലൈനിൻ്റെ പ്രയോജനം കിട്ടണമെങ്കിൽ ഇവിടെ സിംഗിൾ ലൈൻ ആയാൽ മതിയോ? പ്രത്യേകിച്ച് വന്ദേ ഭാരത് ഓടുന്ന റൂട്ടിൽ. പിന്നെ ഈ പറയുന്ന സംഖ്യ ഉണ്ടല്ലോ, ഇതൊക്കെ മറ്റേ അമൃത് പദ്ധതിയിൽ പെടുത്തി വർക്ക് നടക്കുന്നതാണ്. ഞാൻ MP ആയിരുന്നപ്പോൾ വടകരയും തലശ്ശേരിയും മാഹിയിലും ഈ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതല്ലാതെ പുതിയതായിട്ട് ഒരു സ്കീമും ഇല്ല. ഈ അമൃത് സ്കീമിൽ തന്നെ പുതിയ സ്റ്റേഷനോട്ട് ഉൾപ്പെടുത്തിയിട്ടുമില്ല ഈ വർഷത്തെ. ഞാൻ തന്നെ കഴിഞ്ഞ വർഷം ഈ 3 എണ്ണം കിട്ടിയപ്പോൾ ഞാൻ കൊയിലാണ്ടീനെ ഈ വർഷത്തെ ഉൾപ്പെടുത്തണം ഞാൻ തന്നെ ഒന്ന് എഴുതി കൊടുത്താണ്. പക്ഷെ അതുപോലെ ഇത്തവണ അമൃത് സ്റ്റേഷൻ ഏതൊക്കെയാണെന്ന് പറയുന്നുമില്ല. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് മൊത്തം കേരളത്തിന് അവമാനിക്കുന്ന ബഡ്ജറ്റാണ്.